വെൽക്കം ബാക്ക് ടു നസീസ് ടേസ്റ്റി മീൻസ്. ഇന്ന് ഞാൻ കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ആർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ചോക്ലേറ്റ് കുക്കീസിൻ്റെ റെസിപ്പിയാണ്. ഓവൻ ഉണ്ടെങ്കിലും ഓവൻ ഇല്ലെങ്കിലും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു കുക്കി റെസിപ്പിയാണിത്. ഇതുപോലത്തെ കുക്കീസൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് കിടന്നാലോ. അപ്പം ആദ്യം നമുക്ക് ഈ ഒരു കുക്കീസ് ഉണ്ടാക്കാനായിട്ട് ഒരു ബൗൾ എടുക്കാം. ഈ ഒരു ബൗളിലോട്ട് നമുക്ക് 100 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. കുറച്ച് സമയം റൂം ടെമ്പറേച്ചറിൽ വെച്ചതിന് ശേഷമാണ് കേട്ടോ എടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈക്രോ ഓവനിലോ അല്ലെങ്കിൽ കുറച്ച് സമയം ചൂടുള്ളൊരു ഭാഗത്ത് കുറച്ച് സമയം വെച്ചാൽ മതി. ഒരുപാട് മെൽറ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് ഒരു ഹാൻഡ് വിസ്ക് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഹാൻഡ് മിക്സർ യൂസ് ചെയ്തോ നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒരു ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇതില്ലെങ്കിൽ ഹാൻഡ് വിസ്ക് യൂസ് ചെയ്താൽ മതി. നല്ലപോലെ ഒന്ന് ബീറ്റായി വന്നാൽ നമുക്കിതിലോട്ട് പൗഡേർഡ് ഷുഗർ 1/3 കപ്പ് ചേർത്ത് കൊടുക്കാം. ഷുഗർ പൊടിച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ അളവ് എടുത്തിട്ടുള്ളത്. നമുക്ക് അത് ഗ്രാജുവലി കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നാലേ അത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഓരോ പോർഷനായിട്ട് ഞാൻ ഷുഗർ ചേർത്ത് നല്ല പോലെ ഈ ഒരു ബട്ടർ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല തണുപ്പുള്ള പ്ലേസ് ആണെന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബൗള് കുറച്ച് 2 മിനിറ്റോളം ഒരു ചൂടുള്ള വെള്ളത്തിൽ ഒന്ന് ഇറക്കി വെച്ചാൽ മതി. അതിന് ശേഷം ഇതെടുത്തിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും ഈ ഒരു ബട്ടർ. അപ്പം നമ്മുടെ ബട്ടർ ഇപ്പോൾ നല്ല ക്രീമി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1/2 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശേഷം ഇത് ഒരു 30 സെക്കൻഡോളം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ടുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്. അരിപ്പ എന്തായാലും യൂസ് ചെയ്യുക. അതിലോട്ട് നമുക്ക് 1/2 കപ്പോളം ഫ്ലോർ ചേർത്ത് കൊടുക്കാം. മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 കപ്പോളം കോൺഫ്ലോറില്ല കോൺസ്റ്റാച്ച് അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 1/4 കപ്പോളം കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് അരിച്ചെടുക്കാം. ഇതിൻ്റെ പകുതി ഭാഗം മാത്രം ഫസ്റ്റ് അരിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കരുത്. അപ്പം ഞാൻ പകുതി ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്പാച്ചുല യൂസ് ചെയ്തുകൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ സ്ലോലി മിക്സ് ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് വേണമെങ്കിൽ ബീറ്റർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ സ്പാച്ചുല യൂസ് ചെയ്താൽ മതി. അപ്പം ഞാൻ സ്പാച്ചുല യൂസ് ചെയ്ത് ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പോർഷനും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ബാക്കി ഫ്ലോറും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊന്ന് ബീറ്റർ യൂസ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 30 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ സ്പാച്ചുല യൂസ് ചെയ്ത് തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇല്ലെങ്കിൽ കൈ കൊണ്ടും നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളാണ് ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇത് ഞാൻ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഡോ നല്ല പോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു കുക്കി തയ്യാറാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയ്യിലെടുത്താൽ സിമ്പിളായിട്ട് നമുക്കിത് റോൾ ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലാണ് കേട്ടോ ഈ ഒരു ഡോൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡോന്ന് ഓരോ ഉരുളകളാക്കിയെടുത്ത് ഇത് വളരെ സിമ്പിളായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ പൈപ്പിംഗ് ബാഗും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് റൗണ്ട് ഷേപ്പിലാണ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്.
അപ്പോൾ നമുക്ക് ഇതുപോലെ ഓരോ ഉരുളകളാക്കി എടുത്ത് ഒരേ ഷേപ്പിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്തെടുക്കുന്നതിന് മുമ്പ് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 170 ഡിഗ്രിയിൽ 12 മുതൽ 15 മിനിറ്റ് വരെ ഈ ഒരു കുക്കി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് ബേക്ക് ചെയ്തെടുക്കാൻ ഓവൻ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിലും ഇത് കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്ന രീതിയിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. 12 മുതൽ 15 മിനിറ്റിനുള്ളിൽ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഒരു അലുമിനിയം പാത്രത്തിൽ ഒരു സ്റ്റാൻഡ് വെച്ച് ഒരു പ്ലേറ്റ് വെച്ച് ബേക്ക് ചെയ്തെടുത്താൽ മതി. സിമ്പിളാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം മുകളിൽ ഇതുപോലെ ക്രാക്സ് വന്നാൽ ആ ഒരു പെർഫെക്റ്റായിട്ട് ഇത് ബേക്ക് ചെയ്തെടുത്തതെന്നാണ് അർത്ഥം. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്, എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഉണ്ടാക്കി പഠിച്ചാൽ പിന്നെ നമ്മൾ ഒരിക്കലും കുട്ടികൾക്കൊന്നും പുറത്തൊന്നും ഈ ഒരു കുക്കീസ് നമ്മൾ വാങ്ങിക്കൊടുക്കില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായിട്ട് കാണാം. അതുവരേക്കും ഇൻഷാല്ലാ ബൈ ഫ്രം നസീസ് ടേസ്റ്റി മീൻസ്.